വാസ്തവത്തിൽ ഒരു നിലപാട് ഇക്കാര്യത്തിലുള്ളത് ബി ജെ പിക്ക് നിലപാടുണ്ട് എന്ന് പറയുക വഴി ആ നിലപാടുണ്ടെന്ന് കാണുന്നവരെ സംഘപരിവാറാക്കുന്ന ഒരു ബോധപരമായ പ്രചാരവേല ഇവിടെയുണ്ട്. CPM എടുത്താൽ, കോൺഗ്രസിനെ എടുത്താൽ, അവർക്കൊപ്പം നിൽക്കുന്ന മുന്നണികളെടുത്താൽ അവർക്കൊരു തരത്തിലും നിലപാടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ വഖഫ് ആക്ടിൻ്റെ ഭേദഗതി സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പാർലമെൻറ്റിൽ ഏറ്റവും മനോഹരമായ ഒരു സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അത് പുറത്തു വന്നിട്ടില്ല ബില്ല്. ആ ബില്ല് രൂപപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ ഭരണമുന്നണിയും പ്രതിപക്ഷവും നോമിനേറ്റ് ചെയ്ത ഒരംഗവുമടക്കം 140+1 അംഗങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതിനെ? അത് പാടില്ല എന്ന് പറയുന്ന വർഗീയവാദികളുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ സമരപ്പന്തലിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വന്നിട്ട് പറയുന്ന വഴിപാട് കഴിക്കലാണ്. എന്താണ് പറയുന്നത്? ഞങ്ങൾ സമരക്കാർക്കൊപ്പമാണ്, ഒരാളെയും കൂടി ഇറക്കണ്ട. എന്നാൽ ഇത് പറയുന്ന CPIയുടെ, ഞാൻ CPI ആണ് ഒന്നാം പ്രതിയായിട്ട് കാണുന്നത്. എൻ്റെ കാരണം ഈ പാർട്ടിയുടെ പക്കലാണ് ഇപ്പോൾ റവന്യൂ, കാലാകാലങ്ങളിൽ അവരുടെ തന്നെയാണ്. അത് UDF വന്നാൽ പണ്ട് മാണിസാറിൻ്റെ കയ്യിലും, അതിനുശേഷം ജോസഫിൻ്റെ കയ്യിലും, പിന്നീട് LDF വന്നാൽ സ്ഥിരം CPIയും കൈകാര്യം ചെയ്യുന്ന ഈ റവന്യൂ വകുപ്പ് ഇതിനോട് അനുകൂലമാണെങ്കിൽ അവരാദ്യം ചെയ്തേണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രി K. രാജൻ ഇപ്പോൾ തന്നെ കളക്ടർക്ക് ഒരു ഉത്തരവ് കൊടുക്കുക ചെയ്യേണ്ടത്. എറണാകുളം കളക്ടർ, അവിടുന്ന് തഹസിൽദാർക്ക് ഉത്തരവ് പോകണം. ഇവരുടെ നികുതി എടുക്കാൻ പറയുകയാണ് ചെയ്യേണ്ടത്. അവർ പറയുന്നത് എന്താ? ഇത് വഖഫിൻ്റെ ആണെങ്കിൽ അവർക്ക്, ദേവസ്വം ബോർഡിൻ്റേതാണെങ്കിൽ അവർക്ക്, ഇതുകൊണ്ട് ഇവരെ കുടിയിറക്കരുത്. കുടിയിറക്കിൻ്റെ പ്രശ്നമല്ല, അവകാശത്തിൻ്റെ പ്രശ്നമാണ് പറയുന്നത്. ഇവരെ കുടിയിറക്കാന്നുൾപ്പെടെ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇവരെ പക്കലാണ്. അത് നികുതി എടുക്കണം ഒന്നത്. 2, വഖഫ് ആക്ടിലെ 40-ാം നിയമം, അതുപോലെ തന്നെ അതിലെ 52A ക്രിമിനൽ കുറ്റമാണ്. ഉദാഹരണം, നിങ്ങളൊരു ഭൂമിയിൽ അനധികൃതമായി അതിര് തിരിച്ചപ്പോഴോ നിങ്ങളുടെ കയ്യിലെത്തി, ആ ഭൂമി മുനിസിപ്പൽ കോർട്ടിൽ നമ്മൾ കേസിന് പോവാണ്, ഒരു കോടതി വിധിക്കുകയാണ് നിങ്ങളുടെ അല്ല, അപ്പോൾ നിങ്ങൾ ഒഴിഞ്ഞാൽ മതി, ഇവിടുന്ന് മാറിയാൽ മതി. എന്നാൽ ഈ നിയമം അനുസരിച്ച് ഈ മുൻപത്തെ 613 കുടുംബം ഇവിടുന്ന് മാറിയാലും 52A അനുസരിച്ച്, വഖഫ് ആക്ടിലനുസരിച്ച് ഇവർക്കെല്ലാം എതിരെ ക്രിമിനൽ കേസെടുക്കാം. ഏറ്റവും വല്ലാത്തൊരു നിയമമാണ്. ഈ കരിനിയമം അടക്കം റദ്ദ് ചെയ്യാനാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ഭരണകൂടം തയ്യാറെടുക്കുന്നത്. അത് BJP എന്ന രാഷ്ട്രീയ കക്ഷിക്കപ്പുറത്ത് അവിടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഗവൺമെൻറ് ഇങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ അത് ഗുണപരമായ ഒന്നാണെന്ന് കണ്ടുകൊണ്ട് അതിനെ പിന്തുണച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് അവസരവാദപരമായ ഈ നിലപാട് തുടരാൻ കഴിയുമായിരുന്നില്ല. CPM-നാകട്ടെ, CPI-ക്കാകട്ടെ, കോൺഗ്രസിനാകട്ടെ, അതിൻ്റെ അനുബന്ധമായി നിൽക്കുന്ന കക്ഷികൾക്കാകട്ടെ, മുസ്ലിം ലീഗിനാകട്ടെ, ഈ കാര്യത്തിൽ യാതൊരു നിലപാടുമില്ല. അവരുടെ പിന്തുണ പ്രഹസനം മാത്രമാണ്. ഇത് സാധുക്കളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ്. ഏതായാലും അവർക്കത് തിരിച്ചറിയാൻ പറ്റി. അവരുടെ പിന്തുണയുമായി വരുമ്പോഴും ഇവിടെയുള്ള സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇത് ഒരു കാരണവശാലും അവകാശങ്ങൾ സ്ഥാപിച്ചു തരാതെ, അവസാനത്തെ ആളിൻ്റെ അവകാശം സ്ഥാപിച്ചു തരാതെ ഈ സമരപ്പന്തൽ നിൽക്കുന്ന പ്രശ്നമില്ല. കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ പറയുന്നത് BJP രാഷ്ട്രീയമായിട്ട് മുതലെടുക്കുകയാണ്, അതിന് സർക്കാർ അവസരോചിതമായി ഇടപെടാത്തത് കൊണ്ട് ഇത് BJP ഒരു മുതലെടുപ്പായിട്ട് മാറ്റിയിരിക്കുകയാണ് എന്നുള്ള ഒരു വിമർശനം കൂടെ ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 40-ഉം അതുപോലെ 52 നിയമങ്ങൾക്കെതിരെ അതാണ് ഈ പ്രശ്നമുണ്ടാക്കുന്നത്. അത് തിരിച്ചറിയേണ്ട ഒരു കാര്യം. ബഹുമാനപ്പെട്ട VD സതീശൻ്റെ ആ പ്രസ്താവന ഞാനും കണ്ടു. അത് തെറ്റാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്തെന്നാൽ ഇത് BJP രാഷ്ട്രീയം കളിക്കുന്നതിനപ്പുറത്ത് ഇത് കരിനിയമമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതായത് വഖഫ് ആക്ട് 40 അനുസരിച്ച് നിങ്ങളുടെ ഭൂമി പണ്ട് ആരോ വഖഫ് ചെയ്തിരുന്നു, അള്ളാഹുവിന് നേർന്നിരുന്നു എന്ന് ഒരാൾ അവകാശം ഉന്നയിക്കുകയും ഒരു പരാതി ബോർഡിൻ്റെ മുമ്പിൽ പോവുകയും ചെയ്താൽ ബോർഡ് നിയമിക്കുന്ന അന്വേഷണ കമ്മീഷൻ അവരുടെ തന്നെ ആളുകൾ വന്ന് ഇത് നേരോ എന്ന് പരിശോധിച്ച് അവരെഴുതിപ്പോയി കഴിഞ്ഞാൽ അത് വഖഫായി. നിങ്ങളുടെ ഭൂമി കണ്ണടച്ച് തുറക്കുന്ന നേരത്തിന് വഖഫാകും. ഇത് ഇവർക്കിതിന് അധികാരം കൊടുത്ത 40-ാം ആക്ട് ഭേദഗതി ചെയ്യണം, 52-ാം ആക്ട് 52A ഭേദഗതി ചെയ്യണം. ഇത് ഭേദഗതി ചെയ്യണം എന്ന് കോൺഗ്രസ് പറയുമോ? അത് VD സതീശൻ പറയുമോ? അത് രണ്ടും ഭേദഗതിയുണ്ട്. ഞങ്ങളുടെ ആവശ്യം അതാണ്. ഞങ്ങളുടെ ആവശ്യം കേവലം മുനമ്പത്തു നിന്ന് ഇവരെ കുടിയൊഴിപ്പിക്കുക, അത് മാറ്റുക എന്നുള്ളതല്ല. മറിച്ച് വഖഫ് നിയമത്തിലെ കരിനിയമങ്ങൾ, അത് ഇന്ത്യ മുഴുവൻ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വലുതായതുകൊണ്ട് അത് ഭേദഗതി ചെയ്യുക എന്ന ഒറ്റ കാര്യം നമ്മൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. വഖഫ് മന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ട്. ഇവിടെ വൈദികർ വന്ന് വൈദികരുടെ പ്രസ്താവനകൾ അതിൽ വിടുന്നു, അവര് എന്താണ് വർഗീയവൽക്കരിക്കുകയാണെന്നുള്ളൊരു പ്രസ്താവന കൂടിയുണ്ട്. അത് ശരിക്കും ഇവിടെ ഒരു വർഗീയവൽക്കരണമാണോ നടക്കുന്നത്? ഇവിടെ ഈ 613 കുടുംബങ്ങളിൽ 400-ൽ പരം കുടുംബങ്ങൾ സന്ദർഭവശാൽ ക്രൈസ്തവരായി എന്നുള്ളത് അവരുടെ കുറ്റമല്ല. ഇവിടെ എല്ലാ ജാതി മതസ്ഥരും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SNDP-യിലെ സൗകര്യങ്ങൾ വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നതാണ്. ഇത് എല്ലാവരും ഇവിടെയുണ്ട്. ഇത് മനുഷ്യർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്.
സഭ പണ്ടേ അങ്ങനെയാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയാണ് സഭ സംസാരിക്കുന്നത്. സഭയുടെ നിലപാട് അതാണ്. പിന്നെ ലോഹയിട്ട വർഗീയവാദികൾ എന്ന ഒരു പരാമർശം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അദ്ദേഹത്തിൻ്റെ സാംസ്കാരികമായ നിലവാരത്തിൻ്റെ തകർച്ചയാണ്. ആരാണ് വർഗീയവാദം പറയുന്നതെന്ന്, എന്താണ് ഇവിടെ വർഗീയമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. കാരണം വഖഫിൻ്റെ ചെയർമാൻമാരും മാറി മാറി വന്ന ടി കെ ഹംസ ആണെങ്കിലും റഷീദ് അലി തങ്ങളാണെങ്കിലും ഇപ്പോൾ മന്ത്രിയാണെങ്കിലും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ വർഗീയതയുടെ ചാപ്പ അടിച്ചു കുത്തിയാലൊന്നും ഇങ്ങനെ ക്ഷീണിച്ചു പോകില്ല, പെട്ടെന്ന് സമരം നിർത്തി പോകത്തില്ല.